പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്കില്ല എന്നുള്ളതാണ്. UN വാർഷിക സമ്മേളനത്തിൽ മോദി പങ്കെടുത്തേക്കില്ല. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. ഈ മാസം 23 മുതൽ 29 വരെയാണ് സമ്മേളനം. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. തൗഫീഖ്, UN വാർഷിക സമ്മേളനമാണ്. രാജ്യത്തലവന്മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം കൂടിയാണ്. അപ്പോൾ പ്രധാനമന്ത്രി അമേരിക്കയിലേക്കില്ല, പകരം വിദേശകാര്യമന്ത്രിയായിരിക്കും പങ്കെടുക്കുക തുടങ്ങിയ വിവരങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അധിക തീരുവയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ നീക്കം എന്നുള്ളത് ശ്രദ്ധേയമാണ്. അജിൽസി, തീർച്ചയായും തീരുവയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി യുഎസിലേക്ക് പോകുന്നില്ല എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. UN വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ജൂണിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലിസ്റ്റ് പുറത്തിറക്കിയിരുന്നു. ആ ലിസ്റ്റിൽ പ്രധാനമന്ത്രി പ്രാസംഗികനായിരുന്നു UN വാർഷിക സമ്മേളനത്തിൽ. അതോടൊപ്പം തന്നെ എസ് ജയശങ്കറും പങ്കെടുക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് മോദി യുഎസിലേക്ക് പോകുന്നില്ല, പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാത്രമായിരിക്കും UN വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുകയെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 23 മുതൽ 29 വരെയാണ് ഈ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ യുഎസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ നടപടികൾ തുടരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അമേരിക്ക ചുമത്തിയ അധിക തീരുവ ഉടൻ തന്നെ പിൻവലിക്കണം, ഇല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള സഹകരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ വലിയ പ്രതിഷേധം ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ഉയർന്നിട്ടും ആ തീരുവ പിൻവലിക്കാനായിട്ട് അമേരിക്ക ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറിയുടെ പ്രതികരണം കൂടി അല്പസമയം മുമ്പ് പുറത്തു വന്നിരുന്നു. 80% തീരുവ തുടരുമെന്നാണ് US വാണിജ്യ സെക്രട്ടറി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ ഉടൻ തന്നെ മാപ്പ് പറയും എന്നുള്ളൊരു കാര്യം കൂടി ഈ വാണിജ്യ സെക്രട്ടറി ഒരു പ്രതികരണമായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. 2 മാസത്തിനുള്ളിൽ ഇന്ത്യ ക്ഷമാപണം നടത്തുമെന്നാണ് ഈ സെക്രട്ടറി ഇപ്പോൾ പറയുന്നത്. കാരണം ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത്തരം ഒരു ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്താനായിട്ട് അമേരിക്ക തീരുമാനിച്ചത്. അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അമേരിക്ക പ്രധാനമായും ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിൽ ഇന്ത്യ ഇതുവരെയും പിന്മാറിയിട്ടില്ല. എണ്ണ വാങ്ങുന്നത് തുടരും എന്നുള്ളൊരു നിലപാടിൽ തന്നെ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം യുഎസും ആ തീരുവയിൽ നിന്ന് പിന്മാറില്ല എന്നിപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഇന്ത്യക്കും യുഎസിനും ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് താൻ പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. ഒരു പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് പുറത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ അധിക തീരുവയുമായി ബന്ധപ്പെട്ട് വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വാർത്തകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നും നിലപാടുകൾ കൂടി വന്നിരുന്നു എന്നുള്ളതാണ്.